നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പലപ്പോഴും മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ആശ്വാസം ലഭിക്കാറുണ്ട്. കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വരുന്ന ആളുകളുടെ പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും കേൾക്കാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാളുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം ഷെഡ്യൂൾ 4 കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും ഒരു കംപ്ലൈന്റ് റിഡ്രസൽ മെക്കാനിസം വേണമെന്ന് പറയുന്നത്. പലപ്പോഴും പലതരത്തിലുള്ള പരാതികളുമായിട്ട് ആളുകൾ ഫുഡ് സേഫ്റ്റി ഓഫീസറെ സമീപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഫുഡ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി അവർക്കുണ്ടായിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ വേണ്ട രീതിയിൽ ആ സ്ഥാപന ഉടമ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കൺസേൺഡ് FPO കൃത്യമായിട്ട് കേട്ടില്ല, അതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നൽകിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും എന്തെങ്കിലും പരാതികൾ പറയുമ്പോൾ സ്ഥാപന ഉടമ അത് നെവർമൈൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഉള്ള വ്യക്തികൾ അത് കേൾക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിന് നെവർമൈൻഡ് ചെയ്യുന്നതാണ് പലപ്പോഴും പരാതികളുമായിട്ട് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പരാതികൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുവാനുള്ള ഒരു മെക്കാനിസം, അതാണ് കംപ്ലൈന്റ് റിഡ്രസൽ മെക്കാനിസം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കറക്റ്റീവ് മെഷേഴ്സ്, അത്തരത്തിലുള്ള ഒരു മെക്കാനിസം നിങ്ങളുടെ സ്ഥാപനത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ തീർക്കാൻ കഴിയും. അത് പലപ്പോഴും ഇത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയുടെ മുമ്പാകെ വരുന്ന പ്രശ്നമുണ്ടാവില്ല. നിങ്ങളുടെ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കസ്റ്റമർക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ കൃത്യമായിട്ട് അയാളുടെ പരാതി കേൾക്കാനുള്ള ഒരു സന്മനസ്സാദ്യം കാണിക്കണം. അങ്ങനെ ലഭിക്കുന്ന ഒരു പരാതി നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് ആ പരാതിക്ക് അടിസ്ഥാനമായ കാര്യം നിങ്ങൾ തന്നെ അന്വേഷിക്കുകയും അതിന്റെ കാരണം കണ്ടെത്തുകയും ആ പരാതി പറഞ്ഞ വ്യക്തിയെ കൃത്യമായിട്ട് വിളിച്ച് അത് അറിയിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതിയെ കൃത്യമായിട്ട് കേൾക്കുന്നു, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു, അതിന് ആസ്പദമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്ഥാപനത്തിൽ അന്വേഷിക്കുന്നു, അതിന്റെ കാരണം കണ്ടെത്തുന്നു, ആ കാരണം നിങ്ങൾ പരിഹരിക്കുന്നു, അത് നിങ്ങൾ പരാതി പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ തന്നെ വിളിച്ചറിയിക്കുന്നു. ഇന്ന കാര്യങ്ങൾ പറ്റിപ്പോയി, ഞങ്ങളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കും എന്ന് ആ പരാതിക്കാരനെ വിളിച്ചറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാപനം ശരിയായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസ്യത കസ്റ്റമർ